ഗൈസ്, അപ്പോൾ ഇന്നൊരു ഹോളിഡേ ദിവസമാണ് ഗൈസ്. അപ്പോൾ വേറൊന്നുമല്ല, ഇന്ന് ABVPയുടെ ഹർത്താലായതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂൾ ബസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഗൈസ്. അപ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇനി സ്കൂളിൽ പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പം നാളെ കുറേ ടെസ്റ്റ് പേപ്പറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്നൊക്കെ പഠിക്കാം ഗൈസ്. അപ്പം ഞാൻ പഠിക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വഴിയെ കാണിക്കാം ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ പഠിക്കാനെടുക്കുന്നത് സോഷ്യലാണ് കേട്ടോ. ഞാൻ സോഷ്യൽ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് 3 കാണുമെന്ന്. അപ്പം ഞാനിപ്പോൾ പഠിക്കുന്നത് ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ബുക്കേ ഉള്ളൂ, 3 ബുക്കൊന്നുമില്ല. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാലോ. അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ചരിത്രം പിന്നെ നമുക്ക് ബോറുള്ളൊരു ഇതാണല്ലോ. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ബോറൊന്നുമില്ല, കാരണം ടീച്ചർ നല്ലോണം പഠിപ്പിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ പുതിയ സ്കൂളായതുകൊണ്ട് പുകഴ്ത്തിയൊന്നും പറയില്ല കേട്ടോ. അപ്പം ഞാൻ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഞാൻ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ. പക്ഷേ സമാധാനിക്കാൻ വരട്ടെ, ഇനിയും കിടക്കല്ലേ സബ്ജക്റ്റ്. അടുത്തതായിട്ടുള്ളത് ബേസിക് സയൻസ് ആണ് ഗൈസ്. അപ്പം ബേസിക് സയൻസിൻ്റെ ഫിസിക്സ് ആണ് ഗൈസ് പഠിക്കാനുള്ളത്. അപ്പം അതിൻ്റേതായ സങ്കടം നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരിക്കും. അത് ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ടല്ല കേട്ടോ, ഇനിയും പഠിച്ച് തീർക്കാനുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ ഗൈസ്. അപ്പോൾ ഫിസിക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ തന്നെയാണ് ഗൈസ് പഠിക്കുന്നത്. അപ്പം അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഞാൻ ട്യൂഷനൊന്നും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ വന്നിട്ട് ഞാൻ തന്നെയാണ് പഠിക്കുന്നത്. അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. പക്ഷേ എന്നാലും അമ്മേനെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ അമ്മമാരെങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് പഠിക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കും കാണുമായിരിക്കും വീഡിയോയിൽ. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കേസ്. അപ്പം ഇനിയും എനിക്ക് പഠിക്കാനുണ്ട്. അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അവധി ദിവസമാണെങ്കിലും പഠിക്കാൻ അതിന് ഒരു കുറവും കാണത്തില്ല കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ TP ഉള്ളതായിരുന്നു. പക്ഷേ ഇന്ന് അവധിയാണെന്ന് ഞാൻ ആശ്വസിച്ച് പിന്നീടാണ് ഓർത്തത് നാളെ ഈ TP ഒക്കെ എഴുതേണ്ടി വരുമല്ലോ. അപ്പം അതിൻ്റെ വിഷമത്തിലാണ് ഗൈസ് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിലും വേറെ സ്കൂളുള്ളതായിരുന്നു. കാരണം വീട്ടിൽ ഇരുന്ന് നമുക്ക് ബോറടിച്ച് പോകും ഗൈസ്. ഇപ്പോൾ നമുക്ക് സമയമൊന്നും നോക്കാത്ത. ഓ മൈ ഗോഡ്, 1:53 കേട്ടോ. ഞാൻ പഠിക്കാനിരുന്നപ്പോൾ ഒരു 12 മണി എത്രയാണ്ടോ ആയിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് സമയം നോക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം 2 മണി ആവാറാണ്. അപ്പം എനിക്കിനി പോയി ഫുഡ് കഴിക്കണം. ഞാൻ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ കഴിച്ചു ഒരു ഇത്തിരി പീസ്, ഒരു ഹാഫ് പീസ് ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ചായിരുന്നു. ഇനിയും എനിക്ക് ഉച്ചക്കത്തെ എന്തെങ്കിലും പോയി കഴിക്കണം, കാരണം നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ പോയിരുന്ന് കഴിക്കട്ടെ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ മിനി വ്ളോഗ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ മിനി വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.